അടുത്ത ചോദ്യം ഇവിടെ പറയാൻ പോകുന്നത് കുറച്ച് PYQs ആണ്. കേരള ഹിസ്റ്ററിയിലെ തിരുവിതാംകൂറിലെ രാജാക്കന്മാരിൽ നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ടത് മാർത്താണ്ഡവർമ്മയാണ്. അദ്ദേഹത്തെ പറ്റിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം തിരുവിതാംകൂറിലെ ആധുനിക ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1729 മുതൽ 1758 വരെയാണ്. അപ്പം വേണാട് തിരുവിതാംകൂറായി മാറിയത് ഏത് കാലത്താണ്? മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. 8 വീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്ത കാലഘട്ടവും മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്താണ്. ഇളയെഴുത്ത് സ്വരൂപം നാട്ടുരാജ്യം എന്ന് പറയുന്നത് കൊട്ടാരക്കരയാണ്. മാർത്താണ്ഡവർമ്മയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് കൽക്കുളമാണ്. കുളച്ചിൽ യുദ്ധം നടന്നത് എന്നാണ്? 1741 ആഗസ്റ്റ് 10 അന്ന് ആരെയാണ് അദ്ദേഹം തോൽപ്പിച്ചതെന്ന് വെച്ചാൽ ഡച്ചുകാരെയാണ്. ഡച്ചുകാരല്ല, അന്നത്തെ ക്യാപ്റ്റനായിരുന്നു ഡെലനോയ്. അദ്ദേഹത്തെ വലിയ കപ്പിത്താൻ എന്ന് അറിയപ്പെട്ടിരുന്നു. പിന്നീട് അദ്ദേഹം തിരുവിതാംകൂറിൻ്റെ സൈന്യാധിപനായിരുന്നു. മാർത്താണ്ഡവർമ്മ കായംകുളം കീഴടക്കിയത് 1746 തിരുവിതാംകൂറും കായംകുളവും തമ്മിലുള്ള ഉടമ്പടിയാണ് മാന്നാർ ഉടമ്പടി. തിരുവിതാംകൂർ അമ്പലപ്പുഴ പിടിച്ചെടുത്തത് 1746. മാവേലിക്കര ഉടമ്പടി നടന്നത് 1753. അത് തിരുവിതാംകൂറും ഡച്ചുകാരും തമ്മിലാണ്. തിരുവിതാംകൂർ കൊച്ചിയിലെ യുദ്ധത്തിൽ വിജയം കണ്ടെത്തിയത് ഏത് വർഷം എന്ന് ചോദിച്ചാൽ 1754. പൊന്മന അണ പുത്തനണ പണിയേൽപ്പിച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. പതിവ് കണക്കെന്ന വാർഷിക ബജറ്റ് സമ്പ്രദായം തിരുവിതാംകൂറിൽ കൊണ്ടുവന്നത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. തൃപ്പടിദാനം എന്താണ്? തിരുവിതാംകൂർ രാജ്യം ശ്രീ പത്മനാഭന് സമർപ്പിക്കുന്നതാണ്. അത് മാർത്താണ്ഡവർമ്മ നടത്തിയത് 1750 ജനുവരി 3 ഭദ്രദീപം, മുറം ചേർമ്പം എല്ലാം കൊണ്ടുവന്നത് മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണ്. മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന സദസ്സിനെ അലങ്കരിച്ച വിഖ്യാത കവികളായിരുന്നു രാമപുരത്ത് വാര്യരും കുഞ്ചൻ നമ്പ്യാരും.